യെസ്, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാക്കുകളാണ് കേട്ടത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് തുടർച്ചയായ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിലാണ്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുകയും സർക്കാരിന്റെ ഒരു പാർട്ണർ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു ആൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരടക്കം അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് LDF സർക്കാരിലെ ഒരു മന്ത്രി വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണല്ലേ? തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിദേശ പ്രഭാഷണങ്ങൾ നടത്തുന്നു, വിദേശ പരാമർശങ്ങൾ നടത്തുന്നു. ഇതിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉയരുന്നു. പക്ഷെ കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അദ്ദേഹത്തെ ഈ വിവിധ വേദികളിലെത്തി പൊന്നാടി അണിയിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയുമാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്ന് കൃത്യമായി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. അതിന് പലപ്പോഴും ഈ ഇടത് പക്ഷത്തിലുള്ളവർ ന്യായീകരിക്കുന്നത് ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്നാണ്. എന്നാൽ അതിനുകൂടി കൃഷ്ണൻകുട്ടി മറുപടി പറയാണ്, എല്ലാ സമൂഹത്തിലും ഈ ദാരിദ്ര്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾ പറയാം, പക്ഷെ മറ്റ് സമൂഹങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ വർഗീയത പറയുന്നത് നിർത്തണം എന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി നിരന്തരം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഗുരുവിന് സമാനമാണെന്ന് പറയുന്ന സമയത്താണ് ഗുരു സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് കൂടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അടക്കം ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ വിയോജിപ്പുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.